ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം ഇതാണ്, നമ്മളിൽ പലരും, നിങ്ങളെ പലരും ഹൃദയം തൊട്ടറിയാം. എനിക്ക് നിങ്ങളുടെ എല്ലാം ദുഃഖങ്ങൾ ഞാൻ കേൾക്കുകയും പ്രശ്നങ്ങൾ അറിയുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്കറിയാം. നമ്മളെല്ലാം നടന്നു പോകുന്ന വഴി, ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴി വലിയൊരു സഹനത്തിൻ്റെ, വേദനയുടെ, നൊമ്പരങ്ങളുടെ വഴിയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്, അല്ലേ? കഴിഞ്ഞ 2 ആഴ്ച സിസ്റ്റർ അതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ച. വേദന അനുഭവിച്ച്, സങ്കടം അനുഭവിച്ച്, ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഓർത്താകുലപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് നടക്കുകയാണ് നമ്മൾ. ഇന്ന് വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ തന്നെ എന്നോടൊരു സഹോദരൻ ചെയ്യും, എനിക്കൊരു 2 സെക്കൻഡ് സിസ്റ്ററിന് തരാനുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തരാം, അത് വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് പറ്റില്ല, ഇപ്പോൾ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മാറ്റിവെക്കാനുണ്ടോ എന്ന് അത് പറഞ്ഞ് അതിന് ഉത്തരം പറഞ്ഞിട്ട് ഞാനിവിടെ നിൽക്കുന്നുള്ളെന്നാണ് പറയും. അപ്പോൾ ആരെങ്കിലും നമ്മളെ ഒന്ന് കേൾക്കാൻ വേണ്ടി, ആരെങ്കിലും നമുക്കൊന്ന് കൈതരാൻ വേണ്ടി, ആരെങ്കിലും നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടി, ആരോടെങ്കിലും നമ്മുടെയൊക്കെ ദുഃഖങ്ങളൊന്ന് പറയാൻ വേണ്ടി നമ്മുടെ മനസ്സൊക്കെ ഇങ്ങനെ വെമ്പൽ കൊള്ളുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ സഹനത്തിൻ്റെ വഴിയിലാണ്. ഏത് വഴിയിലാണ്? സഹനത്തിൻ്റെ വഴിയിലാണ്. ഈശോ എന്താ പറഞ്ഞത്? ഈശോ പറഞ്ഞ കാര്യം ഇതാ. ഈശോ ഞാൻ ആരാണ് എന്നാ ഈശോ പറഞ്ഞത്? ഈശോ പറഞ്ഞു ഞാൻ വഴിയാണ്, സത്യമാണ്, ജീവനാണ് എന്ന് പറഞ്ഞ് ഉറക്കെ പറഞ്ഞ് തുറന്ന്. ഞാൻ വഴിയാണ്, സത്യമാണ്, ജീവനാണ്. അപ്പം ഈശോയാകുന്ന വഴിയിലാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് വഴിയിലാണ്? ഈശോയാകുന്ന വഴിയിലൂടെ. ഈശോ ഉണ്ട്, മുമ്പിൽ നടക്കുന്നുണ്ട്, നമ്മൾ പുറകെ അല്ലെ ഒപ്പം നടക്കുക. ഈശോയുടെ കൂടെ ഈശോയാകുന്ന വഴിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അപ്പം ഈശോ നടന്ന വഴിയെന്ന് പറയുന്നത് എന്താണ്? അത് സഹനത്തിൻ്റെ വഴിയാണ്, വേദനയുടെ വഴിയാണ്, നൊമ്പരത്തിൻ്റെ വഴിയാണ്, സങ്കടങ്ങളുടെ വഴിയാണ്, ആരുമില്ലാത്ത അനുഭവങ്ങളുടെ വഴിയാണ്. 2 സെക്കൻഡ് എന്നെ ഒന്ന് കേൾക്കാമോ എന്ന് ചോദിച്ചിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു എനിക്ക് ആരുമില്ല സിസ്റ്റർ എന്നാണ് പറഞ്ഞത്. ആരുമില്ല എന്ന ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. പക്ഷെ നമ്മൾ ആരും ഇല്ലാത്തവരല്ല, നമ്മൾ ദൈവം കൂടെയുള്ളവരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ സഹനത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഈ വഴി ചെന്ന് മുട്ടുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? നമ്മൾ ഇവിടുന്ന് കോഴിക്കോട് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് വഴി ഇതിലേ പോയി ശ്രീകണ്ഠാപുരം കൂടി, ഇരിക്കൂർ കൂടി അങ്ങനെ അങ്ങ് പോകാം, അല്ലേ? പിന്നെ തളിപ്പറമ്പ് ചെന്നിട്ട് കണ്ണൂർ കൂടി, തലശ്ശേരി കൂടി അങ്ങനെ അങ്ങ് പോകാം. അങ്ങനെ വഴി, ഈ വഴി ചെന്ന് ഈ 2 വഴിയിൽ കൂടെ പോയാലും ചെന്ന് മുട്ടുന്നത് എവിടെയാണ്? കോഴിക്കോടെത്തും, കോഴിക്കോടെത്തും. ഇതുപോലെ ഈ യേശുവാകുന്ന വഴി, സഹനത്തിൻ്റെ വഴി, ഈ സഹനത്തിൻ്റെ വഴി, ഈ വേദനയുടെ വഴി, ഈ തകർക്കപ്പെടലിൻ്റെ വഴി, ഇത് എവിടെ ചെന്നെത്തുന്നത്? എവിടെ ചെന്നെത്തുന്നത്? യേശുവിൻ്റെ ഹൃദയത്തിലേക്കാണ്, യേശുവിൻ്റെ സ്നേഹത്തിലേക്കാണ്. സഹനം നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് എങ്ങോട്ടാ? സ്നേഹത്തിലേക്കാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഒത്തിരി ആനന്ദവും ആർഭാടവും ആഘോഷങ്ങളും ഉല്ലാസങ്ങളും ഉള്ളപ്പോഴല്ല നമ്മൾ ഈശോയുടെ സ്നേഹം അറിയുന്നത്, അല്ലേ? ആണോ? ഞാനും ഓർക്കാറുണ്ട് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഈശോ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് നിറകണ്ണുകളോടെ പറഞ്ഞിട്ടുള്ളതൊക്കെ എപ്പോഴാണെന്നറിയാവോ? ഉള്ളിൽ നൊമ്പരം ഉള്ളപ്പോഴാണ്, വേദന ഉള്ളപ്പോഴാണ്, ദുഃഖം ഉള്ളപ്പോഴാണ്. അപ്പം സഹനത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്ന ഏതൊരു ദൈവ പൈതലും, ഏതൊരു മകനും, ഏതൊരു മകളും ഈ 2ാമത്തെ വഴിയിലേക്ക് അങ്ങ് എത്തുക. ഏതാണത്? സ്നേഹം. ഈശോ പറഞ്ഞു ഞാൻ സ്നേഹമാണ്. യോഹന്നാൻ ശ്ലീഹ പറയുകയാണ് ദൈവം എന്ന് പറഞ്ഞാൽ ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സ്നേഹമാണ്. ദൈവത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടതെങ്കിൽ നമ്മൾ എവിടെ തുടങ്ങണം? ഈ സഹനത്തിൻ്റെ വഴിയിലെത്തണം. ഈ സഹനത്തിൻ്റെ വഴിയിൽ നിന്നാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. എങ്ങോട്ട് കടന്നു ചെല്ലുന്നത്? സ്നേഹത്തിൻ്റെ വഴിയിലേക്ക്. സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ആരാണ്? ദൈവമാണ്. സ്നേഹമെന്ന് പറയുന്നത് ദൈവമാണ്. അപ്പം ദൈവത്തിലേക്ക് നമ്മൾ എത്തുക. അപ്പം സഹനങ്ങളില്ലാതെ സ്നേഹത്തിൻ്റെ വഴിയിലേക്ക് എത്താൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ദൈവമാകുന്ന ആ സ്നേഹത്തിലേക്ക് നമ്മളെ ദൈവം ക്ഷണിക്കുന്നു, വിളിക്കുന്നു, കൈപിടിച്ച് കൊണ്ടുവരുന്നു എന്നുള്ളതിൻ്റെ ഒരു ആദ്യ തുടക്കമാണ്, ഒരു തുടക്കം മാത്രമാണ് ഈ സഹനത്തിൻ്റെ നിമിഷങ്ങൾ, സഹനത്തിൻ്റെ വഴി. അത് ഒത്തിരി നീണ്ടു കിടക്കുന്നില്ല, അതങ്ങ് തീരും. അടുത്ത സെക്കൻഡിൽ അത് തീരും. അടുത്ത സെക്കൻഡിൽ അത് എങ്ങോട്ടാണ് എത്തുന്നത്? സ്നേഹത്തിലേക്ക് എത്തി. പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാനുള്ളൂ, സഹനത്തെക്കുറിച്ച് പറയാനില്ല. ഹല്ലേലൂയ. ഇത് ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു അനുഭവമല്ല. ഏത്? ഈ സഹനം എന്ന് പറയുന്നത്. അത് അല്പസമയമേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ പോയി നമ്മൾ ആത്മഹത്യ ചെയ്യരുത്, സങ്കടപ്പെടരുത്, ചെയ്യാൻ പാടില്ലാത്ത ചെയ്യരുത്. കാരണം ഇത് തീർന്നു, വഴി തീർന്നു. പിന്നെ ഈ വഴി ചെന്ന് മുട്ടുക. എങ്ങോട്ടാണ് മുട്ടുന്നത്? സ്നേഹത്തിലേക്ക്, ദൈവത്തിലേക്ക്. ദൈവമാണ് സ്നേഹം, സ്നേഹമാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മടുപ്പ് തോന്നരുത്, ധൈര്യമായിട്ട് നിൽക്കണം. ഈ സ്നേഹത്തിൻ്റെ വഴിയിൽ നിന്ന്, സഹനത്തിൻ്റെ വഴിയിൽ നിന്ന് സ്നേഹത്തിൻ്റെ വഴിയിലേക്കും, സ്നേഹം അത് ദൈവത്തിലേക്ക് എന്ന് പറയുമ്പോൾ മൂന്നാമതൊരു വഴിയിലേക്ക്, ഈ സ്നേഹത്തിൻ്റെ വഴി അവിടെ തീർന്നിട്ട് അതൊരു മൂന്നാമതൊരു വഴിയിലേക്ക് നമ്മൾ എത്തുക. അതേതാണ്? ഐക്യം, ഐക്യത്തിൻ്റെ വഴി. നമ്മളൊരു യാത്ര പോകുമ്പോൾ തന്നെ നോക്കി, അവിടെ നിന്ന് ഇറങ്ങിയാൽ അവിടം വരെ നമുക്ക് ഒറ്റ വഴി കൂടെ പോകാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ ബൈപ്പാസ് എടുക്കും, ചിലപ്പോൾ നമ്മൾ ഇടത്തോട്ടുള്ള റോട്ടിൽ കൂടെ പോകും, അല്ലെങ്കിൽ വലത്തോട്ടുള്ള റോട്ടിൽ കൂടെ പോകും. ഇതുപോലെ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ഈ യാത്രയിൽ പ്രിയപ്പെട്ടവരെ, സഹനത്തിൻ്റെ വഴിയിൽ നിൽക്കുന്നവൻ അല്പസമയം കഴിയുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ വഴിയിലേക്കും, സ്നേഹത്തിൻ്റെ വഴിയിൽ എത്തി നിൽക്കുന്നവൻ ഈ സ്നേഹത്തിൻ്റെ വഴിയിൽ നിന്ന് നമ്മളറിയാതെ തന്നെ ഐക്യത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തുന്നു. ഹല്ലേലൂയ. എവിടം വരെ നമ്മൾ യാത്ര എവിടം വരെയായി പറഞ്ഞ്? പറ. ഒന്ന്, സഹനത്തിൻ്റെ വഴി കടന്ന് എവിടെ എത്തുന്നു? സ്നേഹത്തിൻ്റെ വഴിയിലേക്ക് എത്തുന്നു. അതാണ് എൻ്റെ ദൈവം. പിന്നെ ഈ സ്നേഹത്തിൻ്റെ വഴിയിൽ നിന്ന് ഞാൻ എങ്ങോട്ടാണ് കിടക്കുന്നത്? ഐക്യത്തിൻ്റെ വഴിയിലേക്ക്. എന്താ ഈ ഐക്യം എന്ന് പറയുന്നത്? എന്താണ് ഈ ഐക്യത്തിലേക്ക് എത്തുന്നത് വരെ ഞാനും ദൈവം രണ്ടാണ്. ദൈവം ഒന്ന്, ഞാൻ വേറൊന്ന്. അപ്പം ഈ സഹനത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക് കടന്ന്, സ്നേഹത്തിൽ നിന്ന് ഐക്യത്തിലേക്ക് കിടക്കുന്ന അനുഭവത്തിന് പറയുന്നതാണ് ദൈവവും ഞാനും തമ്മിലുള്ള ഐക്യം, യൂണിറ്റി, ആഴമായ ബന്ധം. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:18 പറയുന്നുണ്ട്. ഈശോ പറയാണ്, തൻ്റെ പിതാവിനെ വെളിപ്പെടുത്തിയത് പുത്രൻ തമ്പുരാനാ, അല്ലേ? ഗാഢമായ ബന്ധത്തിൽ, പിതാവും യേശുവും തമ്മിലുള്ള ഗാഢമായ ബന്ധത്തിലൂടെ പിതാവിൻ്റെ മുഖം പുത്രനിൽ കാണപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. വലത്തേർ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ഗാഢമായ ബന്ധത്തിലേക്കായി കഴിയുമ്പോൾ നമ്മൾ നാലാമത്തെ ഒരു സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. അതെന്താണ്? ദൈവവുമായുള്ള ആ ഗാഢമായ ബന്ധത്തിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ പിന്നെ നമ്മളെങ്ങോട്ടാണ് എത്തുന്നത്? പരിപൂർണതയിലേക്ക്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം യാത്ര മുന്നോട്ട് പോയേ പറ്റൂ, യാത്ര മുന്നോട്ട് പോകണം. അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, എൻ്റെ പിതാവ്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം. അപ്പം ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക് നമ്മൾ എത്തുക. ഈ ഐക്യം, ദൈവം നമ്മളും തമ്മിലുള്ള ഐക്യം തുടരുമ്പോൾ ആ ഐക്യം വഴി, ആ ഐക്യത്തിലൂടെ നമ്മൾ ദൈവം നമ്മളിലൂടെ സ്വപ്നം കാണുന്ന പരിപൂർണതയിലേക്ക് എത്തുകയാണ്. ഹല്ലേലൂയ. പിന്നെ എങ്ങോട്ടാണ് എത്തുന്ന? അഞ്ചാമതായിട്ട് നമ്മൾ എത്തുന്ന എങ്ങോട്ടാണെന്നറിയാവോ? ഈ പരിപൂർണത, അതാണ് വിശുദ്ധിയിലേക്ക് എത്തുക. ഈ വഴികളിലൂടെ കടന്ന് കയറിയവരാണ് വിശുദ്ധര്. അവരുടെ സഹനങ്ങളിലൂടെ അവർ ദൈവസ്നേഹത്തിൻ്റെ ആഴമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയും ദൈവസ്നേഹ അനുഭവത്തിലൂടെ ദൈവവുമായുള്ള ഐക്യത്തിലേക്ക് വരികയും മറ്റെല്ലാം ചപ്പും ചവറും പോലെ കാണുകയും മറ്റെല്ലാം ഉപേക്ഷിച്ച് കളയുകയും ആ ദൈവസ്നേഹ അനുഭവത്തിൽ നിന്ന് ദൈവവുമായുള്ള ഐക്യത്തിലായിരുന്നു കൊണ്ട് ഇവർ പരിപൂർണതയിലേക്ക് എത്തുക. ഈ പരിപൂർണതയിൽ നിന്ന് വിശുദ്ധിയുടെ പടവുകൾ ഇവർ ചവിട്ടി കയറുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തലത്തിലെത്തുന്നു. ഈ വിശുദ്ധി നമ്മളെ വേറൊരു തലത്തിലേക്ക് എത്തുക, ദൈവഹിതത്തിൻ്റെ നിർവഹണത്തിലേക്ക്. പരിശുദ്ധ അമ്മ പറഞ്ഞൊരു വാക്കുകളില്ലേ? അമ്മ എന്താ പറഞ്ഞത്? അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. അവിടെ പിന്നെ എൻ്റെ ഇഷ്ടമില്ല, എൻ്റെ താല്പര്യങ്ങളില്ല, എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലവിളിയില്ല, പ്രാർത്ഥനയില്ല. പിന്നെ എന്തേ ഉള്ളൂ? ഈ വഴികളിലൂടെയെല്ലാം കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എന്തേ ഉള്ളൂ? ദൈവഹിതം. അതാണ് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഈശോ പറഞ്ഞത് എന്താണ്? പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ ഞാനിതാ വന്നിരിക്കുന്നു. ആമേൻ, ആമേൻ. പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ ഞാനിതാ വന്നിരിക്കുന്നു. അപ്പം പിതാവിൻ്റെ ഹിതം നിറവേറ്റുക എന്നുള്ള ആ പരിപാവനമായ ദൈവ സ്വപ്നത്തിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുവരുന്ന വഴികളിലൂടെ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടക്കമാണ്, ആ വഴിയുടെ തുടക്കം മാത്രമാണ് സഹനം. പിന്നെ അത് സ്നേഹത്തിൻ്റെ വഴിയിലെത്തി, പിന്നെ അത് സ്നേഹത്തിൻ്റെ വഴിയിൽ നിന്ന് ഐക്യത്തിൻ്റെ വഴിയിലേക്ക് എത്തി. അപ്പോഴത്തേക്കൊക്കെ എളുപ്പമായി, പിന്നെ യാത്ര എളുപ്പമായി. പിന്നെ ഈ ഐക്യം എന്ന് പറയുമ്പോൾ ഞാൻ പിതാവിൻ്റെ ഹൃദയത്തിലാണ്, ഈശോയുടെ ഹൃദയത്തിലാണ്. പിന്നെ എന്നെ വഹിച്ചുകൊണ്ട് പോകുന്നതേ ഉള്ളൂ, ഞാൻ നടക്കുന്നില്ല.
ഹല്ലേലൂയ. അപ്പോൾ ആ ഐക്യത്തിൻ്റെ വഴിയിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പ്രവേശിക്കുകയാണ്? വിശുദ്ധിയിലേക്ക്. ആ വിശുദ്ധിയിൽ നിന്ന് പരിപൂർണതയിലേക്ക്. ആ പരിപൂർണതയിൽ നിന്ന് എൻ്റേതായ ഇഷ്ടങ്ങളെല്ലാം തീർന്നു, എൻ്റേതായ പ്ലാനുകളും പദ്ധതികളും എല്ലാം തീർന്നു. പിന്നെ എനിക്ക് ഒന്നേ ആഗ്രഹമുള്ളൂ, എന്നിലൂടെയുള്ള ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെടണം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പിൽ 270 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് കേട്ടോ: വിശുദ്ധിയുടെയും പരിപൂർണതയുടെയും അടിസ്ഥാനം ദൈവഹിതവുമായി എൻ്റെ മനസ്സിനെ പൂർണ്ണമായും ഐക്യപ്പെടുത്തി നിൽക്കുന്നതാണ്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ക്ഷീണിച്ചു പോയോ? ഹല്ലേലൂയ. വലത്തുകരം ഉയർത്തി ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കേട്ടോ, വലിയ വിശുദ്ധയാണ് വിശുദ്ധ ഫൗസ്റ്റീന. നമ്മൾ വിശുദ്ധ ഫൗസ്റ്റീനയുടെ പ്രത്യേക മധ്യസ്ഥം തേടുന്നവരാണ്. ദൈവകരുണയുടെ ശുശ്രൂഷ, ദൈവകരുണയുടെ സന്ദേശം ഈശോ ഈ ലോകത്തിന് നൽകിയത് ഏത് വിശുദ്ധയിലൂടെയാണ്? വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെയാണ്. ആ ശുശ്രൂഷയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ വിശുദ്ധ ഫൗസ്റ്റീന പഠിപ്പിക്കുകയാണ് വിശുദ്ധിയുടെയും പരിപൂർണതയുടെയും അടിസ്ഥാനം എന്താണെന്നാണ് പറയുന്നത്? ദൈവഹിത നിർവഹണം മാത്രമാണ്. ദൈവഹിതം. അതുകൊണ്ട് വിശുദ്ധർ പറയുകയാണ്, എൻ്റെ കുഞ്ഞെ, നിന്റെ സഹനം വഴി നീ എന്നെ ഏറ്റവും അധികം പ്രീതിപ്പെടുത്തുന്നു. ദൈവത്തെ നമ്മൾ പ്രീതിപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്? സഹനം വഴി. നമ്മളെപ്പോഴും ദൈവത്തോട് പരാതിയും പരിഭവങ്ങളും സങ്കടങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്. പക്ഷേ ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്, വിശുദ്ധ ഫൗസ്റ്റീനയോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? എൻ്റെ കുഞ്ഞെ, നിന്റെ സഹനം വഴി നീ എന്നെ ഒത്തിരി പ്രീതിപ്പെടുത്തുന്നു. നിന്റെ സഹനത്തിൽ ആരിൽ നിന്നും സഹതാപം കാക്ഷിക്കരുത്. പറഞ്ഞാൽ ആരുടെ അടുത്ത് നിന്റെ സഹനവും കൊണ്ട് നീ പോയി വിഷമിയൊന്നും പറയണ്ട. പിന്നെ എന്ത് ചെയ്യണം? നീ സഹനത്തെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ എന്നോടുള്ള നിന്റെ സ്നേഹം കൂടുതൽ പരിശുദ്ധമായിരിക്കും. ഉണ്ടോ? ഒരു കുഞ്ഞു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, എങ്ങനെയാണ് നമുക്ക് ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്നത്? വിശുദ്ധ ഫൗസ്റ്റീന നൽകുന്ന സന്ദേശം നിങ്ങൾ കേട്ടെങ്കിൽ അതിന് ഉത്തരം നിങ്ങൾ പറയും. എങ്ങനെയാണ് നമുക്ക് ഈശോയെ ഇന്ന് സ്നേഹിച്ചതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് എനിക്ക് ഈശോയെ സ്നേഹിക്കണം? അല്ല, എൻ്റെ ഹൃദയത്തിലൊരു പ്രാർത്ഥനയെങ്കിലും വരണം, കർത്താവേ, ഈ ലോകത്തിൽ ആരും നിന്നെ സ്നേഹിക്കാത്ത പോലെ എനിക്ക് നിന്നെ സ്നേഹിക്കാനായിട്ടുള്ള കൃപ തരണേ. എപ്പോഴാ? ഒന്നോടെ ഈശോ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ വായിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ഈശോ പറയുകയാണ്, എൻ്റെ കുഞ്ഞെ, നിൻ്റെ സഹനം വഴി നീ എന്നെ ഏറ്റവും പ്രീതിപ്പെടുത്തുന്നു. നിൻ്റെ സഹനത്തിൽ ആരിൽ നിന്നും നീ സഹതാപം കാക്ഷിക്കാതിരിക്കട്ടെ. നീ സഹനത്തെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ എന്നോടുള്ള നിൻ്റെ സ്നേഹം കൂടുതൽ പരിശുദ്ധമായിരിക്കും. അപ്പം ഈശോയോടുള്ള, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം ഏറ്റവും പരിശുദ്ധമാകുന്നത് എപ്പോഴാണെന്നാണ് പറയുന്നത്? എപ്പോഴാണ്? സഹനത്തിലൂടെയാണ്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ദൈവസ്നേഹ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ചെയ്യേണ്ടത് എന്താണ്? സഹനത്തെ സ്വീകരിക്കാൻ പരിശീലിക്കുക. നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ LKG വിട്ടും UKG വിട്ടും 1ാം ക്ലാസ് വിട്ടുമൊക്കെ പല കാര്യങ്ങളും പരിശീലിപ്പിക്കും, അല്ലേ? ഇല്ലേ? അങ്ങനല്ലേ? അതെ. ഇതുപോലെ ദൈവത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ ഏറ്റവും അധികം പരിശീലിക്കേണ്ടത് എന്താണ്? ദൈവസ്നേഹത്തിൽ വളരണം. ദൈവത്തെ സ്നേഹിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് പരിശീലിക്കാനാണ് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്? സഹനം. ഇനി അയൽവക്കത്തൊന്നും പോയി മേടിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടോ? ആരോടെങ്കിലും ഇച്ചിരി തരാമോ എന്ന് ചോദിച്ച് നടക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളുടെ സഹനം, എനിക്കൊരു സഹനവും ഇല്ല, ഇച്ചിരി സഹനം തരാമോ എന്ന് ആർക്കെങ്കിലും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എല്ലാവരുടെയും കയ്യിലുണ്ടത്, ഹൃദയത്തിലുണ്ടത്. പിന്നെ എന്ത് ചെയ്താൽ മതി? ഇനി അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചാൽ മതി. വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ പറയുകയാണ്, ഫൗസ്റ്റീന ഡയറിക്കുറിപ്പിൽ 385 ഇപ്രകാരം പറയുക: സഹനമാണ് എല്ലാറ്റിലും ഏറ്റവും ശ്രുതിമധുരമായ സംഗീതം. സഹനമാണ് എല്ലാറ്റിലും ഏറ്റവും ശ്രുതിമധുരമായ സംഗീതം. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ പറയാൻ പറ്റണമെങ്കിൽ എന്തുമാത്രം വലിയ കൃപയിലായിരിക്കണം നമ്മൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 12 മുതലുള്ള തിരുവചന ഇപ്രകാരം: അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. എന്തുകൊണ്ട് സ്നേഹം തണുത്തു പോകുന്നത്? അധർമ്മം വർദ്ധിക്കുന്നതിനാൽ. ഇന്ന് എല്ലാ തരത്തിലുമുള്ള അധർമ്മത്തിൻ്റെ അന്ധകാരം നമ്മളെ മൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. നമ്മൾ
പ്രകാശത്തിലല്ല, നമ്മൾ ഇരുട്ടില്ല, കൂരിരുട്ടിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. വചനം പറയുകയാണ്, അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും, എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. അപ്പം ഈ സഹിച്ചു നിൽക്കണമെങ്കിൽ, പിടിച്ചു നിൽക്കണമെങ്കിൽ തണുത്തുറഞ്ഞ സ്നേഹത്തിന് പറ്റില്ല. പറ്റുമോ? പറ്റിയല്ല. സ്നേഹം ജ്വലിക്കണം, സ്നേഹം ജ്വലിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് ഒരുപാട് സഹനങ്ങൾ ദൈവം അറിഞ്ഞു തരുന്നതാണ്. ഈ സഹനത്തിലായിരിക്കുന്നവർക്കേ ഉള്ളിൽ സ്നേഹമുള്ളൂ. ഈ സ്നേഹത്തിലായിരിക്കണമെങ്കിൽ സഹനം വേണം. ഇതൊരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറയാണ്, അവസാനം വരെ ഈ അധർമ്മം വർദ്ധിക്കുന്ന ഈ ലോകത്തിൽ പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് മോചനം നേടി കർത്താവിൻ്റെ പ്രകാശത്തിൽ, ലോകത്തിൻ്റെ മുഴുവൻ ഏകരക്ഷകനായ യേശുവിൻ്റെ പ്രകാശത്തിലായിരിക്കാൻ പറ്റണമെങ്കിൽ ഈ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉജ്ജ്വലിക്കണം. വചനം പറയുന്നു, എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഹതമാകും. ഹല്ലേലൂയ. ജീവിതയാത്രയൊക്കെ ദൈവത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു, ദൈവത്തിലേക്ക് എത്തും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ് പറയുകയാണ്, സഹനം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തെ അളക്കുന്ന, നമ്മുടെ ഉള്ളിലെ ദൈവത്തിൻ്റെ സ്നേഹത്തെ അളക്കുന്ന ഒരു തെർമോമീറ്റർ ആണെന്നാണ് പറയുന്നത്. പനി വന്നിട്ടുള്ളവരെന്ന് കൈവയ്ക്കുക. ആർക്കെങ്കിലും പനി വന്നിട്ടുള്ളവർ? പനി വരാത്തവരാരാ ഉള്ളതല്ലേ? ഈ പനി വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? ഒരു തെർമോമീറ്റർ ഉപയോഗിച്ച് ഉള്ളിൽ പനി എന്തേരം ഉണ്ട്, അതിൻ്റെ ഡിഗ്രി എന്തേരം ഉണ്ട്, 100 ഡിഗ്രി ആയോ, 100 കഴിഞ്ഞോ, 105 ഡിഗ്രി ആയോ, തട്ടിപ്പോകാവുന്നിടത്തോളം പനിയായോ എന്നൊക്കെ നമ്മൾ നോക്കുന്നൊരു തെർമോമീറ്റർ ഉണ്ട്. അപ്പം വിശുദ്ധ പൗലോസ് പറയുകയാണ്, ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെ ഡിഗ്രിയെ, ദൈവവുമായുള്ള സ്നേഹത്തിൻ്റെ ഡിഗ്രിയെ അളക്കുന്ന തെർമോമീറ്ററാണ് എന്ത്? സഹനം. അപ്പം സഹനമാകുന്ന തെർമോമീറ്റർ കൊണ്ട് ദൈവസ്നേഹത്തെ അളന്നുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. അപ്പം ഇപ്പോൾ ഒരു ചെറിയ സഹനം നമുക്ക് വന്നു, നാളെ കുറച്ചും കൂടെ വലുതായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും, വേദനാകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അവിടെയെല്ലാം പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ നമുക്ക് സഹിക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തോടുള്ള സ്നേഹത്തിൽ നമ്മൾ വളരണം. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ വന്നു ഒരു ദിവസം, ഒരു ഹാഫ് ഡേ, 2 മണി വരെ, 2:30 വരെ, ഇവിടെ 5 മണിയൊക്കെ ആവും എല്ലാവരും പോയി തീരുമ്പോൾ. നമ്മളിവിടെ വന്നിരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ വിഷമങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നതും, ഈ ദുഃഖങ്ങളുടെ അന്ധകാരമൊക്കെ വരുമ്പോൾ നമ്മളെ ആരെങ്കിലും ആ അന്ധകാരത്തിൽ നിന്ന് പിടിച്ച് പ്രകാശത്തിലേക്ക് ഒന്ന് കൊണ്ടുവരുന്ന അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നതിന് നമുക്ക് വ്യക്തമായ കൃത്യമായ ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ കരുണയിലൂടെയുള്ള നമ്മുടെ രക്ഷയെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വില കൊടുത്ത് വരുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. വലത്തുകര ഉയർത്തി പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. ഒരു വചനം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനം. ഏതാണ്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:1. ഞാൻ ഒന്ന് വായിച്ചു കഴിയുമ്പോൾ നിങ്ങളും കൂടെ പറയണം. ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഒന്ന് വലത്തുകര ഉയർത്തി ഈ വചനം 3 പ്രാവശ്യം പറയുമ്പോൾ ഈ വചനത്തിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു വ്യാഖ്യാനം നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തരും. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വചനം എന്താണത്? ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. ആമേൻ. ആമേൻ. ഒന്നും കൂടെ പറഞ്ഞേ. ഇല്ല. ഒന്നും കൂടെ വലത്തുയർത്തി സ്വരമുയർത്തി. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. യേശുക്രിസ്തുവിനോട് എങ്ങനെ ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ആ ശിക്ഷാവിധി ഇല്ലാത്തത്? ശിക്ഷാവിധി ഒഴിവായി പോകുന്നത്. നമ്മളൊക്കെ പാവം ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളൊക്കെ ശിക്ഷയ്ക്ക് അർഹരാണ്, അല്ലേ? ശിക്ഷയ്ക്ക് അർഹരല്ലേ? മരണഭയം ഉള്ളത് എന്തുകൊണ്ടാണ്? മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഈ ശിക്ഷാവിധി ഉണ്ടെന്ന് നമുക്കറിയാവുന്നത് കൊണ്ടാണ്.
ശിക്ഷാവിധി ഉണ്ടെന്ന് നമ്മൾ കാര്യം നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, പാപം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്ത തെറ്റിന് എങ്ങനെയായിരിക്കും ദൈവം നമ്മളെ ശിക്ഷിക്കുന്നതെന്നുള്ള ഒരു ചിന്തയൊക്കെ വരുമ്പോഴത്തേന് ഈ മരിക്കണ്ടായിരുന്നു, മരിച്ചു കഴിഞ്ഞാൽ ശിക്ഷാവിധി കിട്ടുള്ളൂ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പം ശിക്ഷാവിധി ഒഴിവാകുന്നു എന്നാണ് പറയുന്നത്. കണ്ടോ, ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് എന്തില്ല? ശിക്ഷാവിധി ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ ശിക്ഷാവിധി ഇല്ലാത്തവർക്ക് മരണത്തെ ഭയമില്ല, മരണത്തെ ഭയമില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുക എന്ന് പറയുമ്പോൾ അതെങ്ങനെയുള്ള ഒരു ഐക്യപ്പെടലാ? എങ്ങനെയുള്ള ഐക്യപ്പെടലാ? സഹനത്തിലൂടെയുള്ള ഒരു ഐക്യപ്പെടലാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ശരീരം അത് ആരുടെ ശരീരമാണ്? ഈ ശരീരം ആരുടേതാ? ഈശോയുടേതാ. ഈശോ വസിക്കുന്നു നമ്മളിൽ, അല്ലേ? പൗലോസ് പറയുന്നില്ലേ, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്നാ ചോദിക്കുന്നത്. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് പറയുമ്പോൾ എൻ്റെ ശരീരത്തിൽ, നമ്മുടെ ശരീരത്തിൽ ഈശോ വസിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരം ഈശോയുടേതാണ്, ഈശോ വസിക്കുന്നു. അപ്പോൾ ഈശോ നമ്മളോട് ഗാഢമായിട്ട് ഐക്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനോട് ഇപ്പോൾ ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? എങ്ങനെയാണ് നമുക്ക് യേശുക്രിസ്തുവിനോട് ഇപ്പോൾ ഐക്യപ്പെടാൻ പറ്റുന്നത്? വിശുദ്ധ കുർബാന കുദാശകളുടെ സ്വീകരണത്തിലൂടെയാണ്. ഹല്ലേലൂയ. കുദാശകളുടെ സ്വീകരണത്തിലൂടെയാണ് ഈശോ നമ്മളിലേക്ക് വരുന്നു, നമ്മളുടെ ഐക്യപ്പെടുന്നു, നമ്മൾ സ്വീകരിക്കുന്നു. പക്ഷെ ചിലർക്കത് പറ്റുന്നില്ല, കുദാശകൾ സ്വീകരിക്കാനേ പറ്റുന്നില്ല, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുന്നില്ല, കുമ്പസാരം സ്വീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ ആ ശിക്ഷാവിധിയിൽ തന്നെ തുടരുക. കുദാശകൾ സ്വീകരിച്ച്, കുമ്പസാരം എന്ന കുദാശയും വിശുദ്ധ കുർബാന എന്ന കുദാശയൊക്കെ സ്വീകരിച്ച് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർ ഈശോയുടെ സഹനത്തോട് ഐക്യപ്പെട്ടാണ് പോകുന്നത്. ഹല്ലേലൂയ. ഈശോയുടെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും നമ്മുടെ മാത്യുച്ചൻ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു സെനൻസാണ് സിസ്റ്റർ പറഞ്ഞത്, അല്ലേ? അച്ഛൻ പറയാറില്ലേ, യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും യോഗ്യതയാൽ നാം സ്വീകരിക്കുന്ന എല്ലാ കൃപയും, ശിക്ഷാവിധി ഒഴിവായി പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ പീഡാസഹനത്തിൻ്റെ യോഗ്യതയാലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ലോക ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന എല്ലാ സഹനങ്ങളും വേദനകളും ക്രിസ്തുവിൻ്റെ സഹനത്തോട്, ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ചാണ് നമ്മളതിനെ സ്വീകരിക്കുന്നെങ്കിൽ, ഉൾക്കൊള്ളുന്നെങ്കിൽ, സഹിക്കുന്നെങ്കിൽ നമ്മളിപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. പലത്തേർ ഉയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ആമേൻ. യേശുവിനോട് ഐക്യപ്പെട്ടിരിക്കാൻ സിസ്റ്റർ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ആ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കൊരു സംശയം. മനസ്സിലായോ? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരുന്ന് ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവാകാനായിട്ട് നമ്മൾ ചെയ്യേണ്ട 2 കാര്യം. എങ്ങനെ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കണമെന്നാണ് പറഞ്ഞത്? ഒന്ന്, കുദാശകളുടെ സ്വീകരണം. നമുക്ക് സാധിക്കുന്നിടത്തോളം കുമ്പസാരിക്കണം, യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കണം, അങ്ങനെ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കണം. അതുവഴി നമ്മുടെ ശിക്ഷാവിധി മാറിപ്പോകുന്നു. രണ്ടാമതായിട്ട് സിസ്റ്റർ പറഞ്ഞത് എന്താണ്? ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളിലും ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്ന വേദനകൾ പോലും, നൊമ്പരങ്ങൾ പോലും യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് നമ്മൾ സഹിക്കുമ്പോഴും നമ്മൾ ഈശോയുടെ ആ കൃപയിൽ, ആ സഹനത്തിൻ്റെ, പീഡാസഹനത്തിൻ്റെ യോഗ്യതയിൽ നിന്ന് കൃപ സ്വീകരിച്ച് ശിക്ഷാവിധിയിൽ നിന്ന് മോചനം നേടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ചിലപ്പോൾ പ്രിയപ്പെട്ടവർ നമ്മളിതൊക്കെ മറന്നു പോകും, അല്ലേ? മറന്നു പോകും. ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് ഓർക്കുക, ഈശോയെ ഞാൻ എന്തുമാത്രം കരയുന്നു, സങ്കടപ്പെടുന്നു, അധ്വാനിക്കുന്നു, എന്തുമാത്രം ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇല്ലാതെയായിത്തീരുന്നു. ഇതൊക്കെ ഞാൻ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? എവിടെയാണ് ഞാൻ കൊണ്ട് ഇത് എത്തിക്കുന്നത്? സ്വരമുയർത്തി അലമുയർത്തി ഹല്ലേലൂയ. ഇന്ന് കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് കസേരയിലൊന്ന് നിവർന്നിരുന്നേ. നമ്മളെ ഇങ്ങനെ ധൈര്യപ്പെടുത്തുക. ഞാൻ കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ചയും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരൊറ്റ കാര്യമാണ്, ഈ സഹനമെന്ന അമൂല്യനിധി അത് വലിച്ചെറിയാനുള്ളതല്ല. അതൊന്ന് സമർപ്പിച്ചേ. ഈ കാലഘട്ടങ്ങളിൽ നമുക്കുണ്ടായ വേദനകൾ, നമുക്കുണ്ടായ കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ, തെറ്റിദ്ധാരണയുടെ അനുഭവങ്ങൾ, കൂരിരുട്ടിൻ്റെ അനുഭവങ്ങൾ, ആരും നമ്മളെ സഹായിക്കാനില്ലാത്ത അവസ്ഥ, ഇതൊക്കെ ദൈവം അനുവദിക്കുന്നതാണ്.
എങ്ങോട്ട് തിരിയണമെന്ന് അറിയത്തില്ല. സാമ്പത്തിക പ്രതിസന്ധികൾ, മക്കൾക്ക് ജോലിയില്ല, ഒന്നും ഒരു വ്യക്തതയില്ല, എല്ലാം അന്ധകാരം മാത്രം. ഇതൊക്കെ ഞാൻ എവിടെയാണ് കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത്? ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ചാൽ എൻ്റെ രോഗപീഠകൾ ഇതെല്ലാം എൻ്റെ ഈശോയോട് ചേർത്ത് വെച്ചാൽ, രോഗികളായ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ശുശ്രൂഷിക്കാൻ വേണ്ടി ഞാനെടുക്കുന്ന കഷ്ടപ്പാടുകൾ, രാവും പകലും അവരുടെ ബെഡിനരികിൽ നിന്ന് അവരെ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സഹനങ്ങൾ, ഇതെല്ലാം എന്നെ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയുന്നത്, ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് മരണത്തെ ഭയപ്പെടേണ്ട, മരണത്തിനപ്പുറത്തുള്ള ശിക്ഷാവിധിയെ ഭയപ്പെടേണ്ട. അവർ ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ യോഗ്യതയിൽ നിന്ന്, ശിക്ഷാവിധിയിൽ നിന്ന് മോചനം നേടിയിരിക്കുന്നു. നിങ്ങൾ സമർപ്പിക്കേണ്ട സമയമാണിത്. അതിനുശേഷം നമ്മൾ വിശുദ്ധ കുർബാനയുടെ ആരാധന ആരംഭിക്കും. ആ നിമിഷത്തിൽ കണ്ണുനീരിൻ്റെയും വേദനയുടെയും അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ നമുക്ക് സമർപ്പിക്കാനും നന്ദി പറയാനും പ്രാർത്ഥിക്കാനും, ഈ വേദനയിലൂടെ ദൈവം എന്നെ എത്രമാത്രമാണ് അനുഗ്രഹിച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ, ഇത് ഇപ്പോൾ നമുക്കതിന് ദൈവം വീണ്ടും അവസരം തരുക. സമയം എന്ന് പറയുന്ന മനുഷ്യന് മാത്രമല്ല, ദൈവത്തിന് സമയമെന്ന് പറയുന്ന ഒന്നില്ല. ദൈവത്തിൻ്റെ എല്ലാ സമയവും, ഇന്നലകളും ഇന്നും നാളെയും ദൈവത്തിൻ്റെ മുൻപിൽ ഒരുപോലെയാണ്. അതുകൊണ്ട് ഇപ്പോൾ സമർപ്പിക്കുക.